നാണവും മാനവും ഇല്ലാതെ നഗ്നനായി നടക്കുന്ന എടോ ഒരു ഉടവയെങ്കിലും എടുത്തെടുക്കടോ, നീ നഗ്നനായിട്ടാണോ നടക്കുന്നത് എന്നാണ് ആ പത്രലേഖകൻ ചോദിച്ചത്. നാണമില്ലേ CMA? ഇത് ശരിയല്ല CMA എന്നുള്ളതിന്റെ അർത്ഥം എന്താണ്? CMA തനിക്ക് നാണവും മാനവും ഇല്ലടോ. ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയടോ. SDP-യുടെ പിന്തുണ വേണ്ടാന്ന് പറയടോ. പറയില്ല. എന്നിട്ട് പറയും 4 വോട്ടിനും അല്ലെ, അല്ല എന്താ പറയാ, 4 സീറ്റിനും കുറച്ച് വോട്ടിനും വേണ്ടി ഞങ്ങളുടെ ആദർശം പണയപ്പെടുത്തില്ല എന്ന്. ഇപ്പോഴത്തെ ഏറ്റവും വലിയ വർഗീയവാദികളെ കൂട്ടുപിടിക്കുകയാണ്. കാരണം ഇവർക്ക് മനസ്സിലായി ഭൂരിപക്ഷത്തിന്റെ വോട്ട് കിട്ടിയില്ല. പണ്ടങ്ങനെയായിരുന്നല്ലോ. പണ്ട് ന്യൂനപക്ഷം മതി, മുസ്ലിം പ്രീണനം, ഗാസ, പാലസ്തീൻ, നെഞ്ചത്തടി, കരച്ചില്, അല്ലെ, SIR, പൗരത്വ ഭേദഗതി നിയമം, എന്തൊക്കെയായിരുന്നു ഇവിടെ നാടകങ്ങൾ. അവസാനം ഭൂരിപക്ഷത്തിന്റെ വോട്ടുകൾ മുഴുവനാണ്ട് പോയി. അപ്പോഴാണ് നെഞ്ചത്തടി നല്ലോളി, അയ്യോ ഭൂരിപക്ഷത്തിന്റെ വോട്ട് പോയല്ലോ. അപ്പോഴത്തേക്ക് പ്ലേറ്റ് മാറ്റി, ശബരിമല. അതിന്റെ ഇടയിൽ കൊള്ള. അവസാനമാണ് ഭൂരിപക്ഷ സമുദായത്തിന് മനസ്സിലായത് ഇവന്മാര് വന്നത് ശബരിമലയിലെ കൊള്ളയടിക്കാനാണ്. ശബരിമലയിലെ സ്വർണം മുഴുവനും കൊണ്ടുപോയി. സ്വർണം കെട്ടവരാരപ്പ? സഖാക്കളാണ് അയ്യപ്പ. വിളിച്ചു പറയുകയാണ്. ഇപ്പോഴും വിളിച്ചു പറയുകയാണ്. രാഹുൽ ഗാന്ധി വിളിച്ചു കൊടുത്തു. സ്വർണം കെട്ടവരാരപ്പ? മുന്നിൽ കൂടിയ ജനസഹസ്രങ്ങൾ വിളിക്കുകയാണ്, സഖാക്കളാണ് അയ്യപ്പ. അപ്പോഴാണ് ദേശാഭിമാനിക്കാരൻ പറയുന്നത്, ഞങ്ങളല്ല, അത് സോണിയാഗാന്ധി, അത് അടൂർ പ്രകാശ്, അത് ആന്റണി. അവിടെയാണ് വന്നത്. ഇവിടെ KC വേണുഗോപാൽ എന്താ പറയാ ദേവസ്വം മന്ത്രി ആയിരുന്നപ്പോഴാണ് പോറ്റി വന്നത്. എടോ പോറ്റി അന്നൊക്കെ വന്നോട്ടെ, പോറ്റി കട്ടതെപ്പോഴാടോ? 2019 കഥയാണ് സുപ്രീം കോടതി ഈ ഹൈക്കോടതി അന്വേഷിക്കുന്നത്, SIT അന്വേഷിക്കുന്നത്. അതുമുതൽ 2025 വരെ കടകംപള്ളിയും വാസുവനും ഒക്കെ ഈ കള്ളന്മാർക്ക് കൂട്ടുനിന്നവരാണെന്ന് ജനത്തിന് ബോധ്യമായി കേട്ടോ. നിങ്ങൾ എന്നിട്ട് വീണ്ടും ഈ സോണിയാഗാന്ധി എന്ന് പറഞ്ഞു കണ്ടിരുന്നു. ഇവരുടെ വിചാരം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പൊട്ടന്മാരാണ്, ഞങ്ങളെക്കാൾ എന്താ പറയാ വലിയ പൊട്ടന്മാരാണ് ജനങ്ങൾ. നിങ്ങൾ പൊട്ടന്മാരാണ്, ശരി തന്നെ, പക്ഷെ ജനങ്ങൾ പൊട്ടന്മാരല്ല കേട്ടോ. അതുകൊണ്ടാണ് പറഞ്ഞത് CMA ഇത് ശരിയല്ല. പത്രലേഖകരും റിപ്പോർട്ടർമാരും പോലും CMA ഇത് ശരിയല്ല എന്ന് പറഞ്ഞിരിക്കുന്നു. ഇനി ഇതാ ഈ വരുന്ന 9-ാം തീയതി കേരളത്തിലെ ജനങ്ങൾ മൊത്തം പറയും, എടോ കാരണഭൂതമേ താൻ ശരിയല്ലടോ, ഇറങ്ങി പോടോ കടക്ക് പുറത്ത് എന്ന് പറയും. അതിനാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. അതിന്റെ അല്ലയൊലികളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, അല്ലേ? ഇത് മോശമാണ് CMA പ്രതികരിച്ച് മാധ്യമ പ്രവർത്തകർ. മലയാള മനോരമയുടെ 1-ാം പേജ് സ്റ്റോറിയാണ്. ഇയാളുടെ മുഖം കാണും. ഇത്രക്കും ക്രൂരനായ നമ്മൾ ഈ ഏകാധിപതികളുടെ പടം കണ്ടില്ലേ? മുസോളിനിയുടെയും ഹിറ്റ്ലറിന്റെയും ഒക്കെ പടം കണ്ടിട്ടുണ്ട് നമ്മൾ. അതിനേക്കാൾ ക്രൂരനാണ് ഇയാളാണെന്നിട്ട് വോട്ട് ചോദിച്ചു പോകുന്നത്. ആരാടോ തനിക്കൊക്കെ വോട്ട് ചെയ്യുക? ഈ അന്തംകമ്മികളല്ലാതെ. അന്തംകമ്മികൾ തന്നെ ഇപ്പൊ തിരിഞ്ഞിരിക്കുന്നു. കാരണം അവർ കാണുകയില്ലേ, അവർ ഈ കാഴ്ചകളൊക്കെ കാണുകയില്ലേ? രക്തസാക്ഷി ഫണ്ട് കട്ടുമുടിക്കുക എന്ന് പറയും. ഇപ്പൊ വേറെ ഈ എന്താ പറയാ, വയനാട്ടിലെ കോൺഗ്രസിന്റെ വീട് എവിടെ? വസീഫും ഡിഫൈക്കാരും കുടിൽക്കട്ടി സമരം. ഇവിടെ ജനങ്ങൾ കൊടുത്ത പൈസ, ജനങ്ങൾ കൊടുത്ത 775 കോടി രൂപ, അത് വെച്ചിട്ട് 2 കൊല്ലമായിട്ടും ഒരാൾക്ക് പോലും വീട് വെച്ച് കൊടുത്തിട്ടില്ല. 178 ആൾക്കാർക്ക് താക്കോല് കൊടുത്തു. കയറി താമസിക്കാൻ പറ്റുമോ? ആരാ താമസിച്ച? ആരും താമസിച്ചിട്ടില്ലാന്നേ. കുടിവെള്ളമില്ല, അവിടെ ശൗചാലയങ്ങളൊന്നും ശരിയാക്കിയിട്ടില്ല, സെപ്റ്റിക് ടാങ്ക് ശരിയാക്കിയിട്ടില്ല. കുടിവെള്ളവും സെപ്റ്റിക് ടാങ്കും ഒന്നും ഇല്ലാതെ അവിടെ പോയി എങ്ങനെയാണ് താമസിക്കുക? എന്ന് പറഞ്ഞാൽ കണ്ണ് പൊടിയിടാൻ വേണ്ടിയിട്ട് കുറെ അൽക്കുത്ത് പരിപാടികൾ. എന്നിട്ട് ചോദിക്കാണ് കോൺഗ്രസിന്റെ വീട്. CPM-ന്റെ വീട് എവിടെടോ? നിങ്ങൾക്ക് പരിപാടി. നിങ്ങൾ ഈ ജനത്തിന്റെ ഇവരുടെ എന്താ പറയാ പറച്ചിൽ കേട്ടാ വിചാരിക്കും ഈ വയനാട്ടിൽ ഉണ്ടാക്കി കൊടുക്കുന്ന 410 വീടുകൾ എന്തോ CPM-ന്റെ വീടുകളാണെന്ന്. അതാണ് മമ്മൂട്ടി പറഞ്ഞത്. ഇത് CPM-ന്റെ അല്ല, ഇത് ഭരണകക്ഷിയുടെ ഒന്നുമല്ല. ജനങ്ങളുടെ പണം എടുത്തിട്ട്, ജനങ്ങളുടെ പണം അവിടെ വെച്ചിട്ട്, കേന്ദ്രം കൊടുത്ത പണം അവിടെ വെച്ചിട്ട്, ഏതാണ്ട് 2000 കോടി രൂപ വെച്ചിട്ട് നിങ്ങൾ 2 കൊല്ലമായിട്ടും അവിടെ ഒരു വീട് ഉണ്ടാക്കി കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റിയില്ല. ഇപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്രേ. ലീഗുകാർ 50 വീടുകൾ ഉണ്ടാക്കി കൊടുത്തു, കോൺഗ്രസ്സുകാരെ സ്ഥലം വാങ്ങി തറക്കല്ലിട്ടു. അപ്പോഴാണ് ചോദിക്കുന്നത് നിങ്ങളുടെ വീട് എവിടെ? സൗകര്യമില്ല പറയാൻ. കോൺഗ്രസ്സുകാര് അവരുടെ സ്വന്തം ഇഷ്ടത്തിന് വീടുണ്ടാക്കി കൊടുക്കാൻ കൊടുത്തോട്ടെ. ഇത് അവരിഞ്ഞ് ഉണ്ടാക്കി കൊടുക്കുന്നതിന് കൊടുക്കണ്ട. നിങ്ങൾക്ക് എന്താ അവകാശമാണ് അവരോട് ചോദിക്കാൻ? ജനങ്ങളുടെ പൈസ പുട്ടടിക്കുകയല്ലോ നിങ്ങൾ ചെയ്യുന്നത്, അല്ലെ? അതിനാദ്യം ഉത്തരം പറ. വസീവേ, കുടിൽ കെട്ടേണ്ടത് ആ ക്ലിഫ് ഹൗസിന്റെ മുറ്റത്ത് കുടിൽ കെട്ടണോ ധൈര്യമുണ്ടെങ്കിൽ? അതല്ലേ നീ ചെയ്യേണ്ടത്. അല്ലാതെ എന്താ പറയുക, സതീശന്റെ പറവൂരിൽ കുടിൽ കെട്ടാൻ പോകുന്നു, അവിടെ മുണ്ടക്കയിൽ വേറെ കുടിൽ കെട്ടാൻ പോകുന്നു. ഇതിനാണ് പറയാ ചറ്റത്തരം. ഇതാണ് ചറ്റത്തരം, പരനാറിത്തരം കേട്ടോ. ഓരോ ദിവസവും
ഓരോ ദിവസവും എന്താ പറയാ ഇത്തരത്തിലുള്ള ഈ നെഗറ്റീവ് വാർത്തകൾ. എന്തിനു പറയാണ്? എന്താ പറയാ, വി ഡി സതീശനുമായുള്ള പരസ്യ സംവാദത്തിന് തയ്യാറാണ്. എന്ത് പരസ്യ സംവാദം? വി ഡി സതീശന്റെ ഒരു ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റുമോ? കാരണം മുതമേ പറയാൻ പറ്റുമോ? എന്നിട്ട് പറയാം അത് നുണേശൻ വലിയ നുണറായിയാണ് അല്ലേ? നുണറായി എന്ന് 1000 10,000 ലക്ഷം വട്ടം വിളിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഒരു പ്രാവശ്യം കൂടി വി ഡി സതീശനെ നുണേശൻ എന്ന് വിളിക്കാൻ അവകാശമില്ല. കാരണഭൂതമേ മനസ്സിലാക്കിക്കോ. കാരണം നിങ്ങൾ പറയുന്ന മുഴുവൻ പച്ചക്കള്ളമാണെന്നേ. നിങ്ങൾ പറയുന്ന മുഴുവൻ പച്ചക്കള്ളമാണ്. ഞാൻ അടുത്ത വീഡിയോയിൽ അത് പറയാം. ഇന്നത്തെ ദേശാഭിമാനിയുണ്ട് നേട്ടപ്പട്ടികയുമായി മുഖ്യമന്ത്രി വികസനം ചർച്ച ചെയ്യാം. നേട്ടപ്പട്ടിക, ഈ നേട്ടപ്പട്ടിക വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചിരിച്ചു പോകും. ചിരിച്ച് ഒരു രക്ഷയില്ല കേട്ടോ ഇവരുടെ നേട്ടപ്പട്ടിക. അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. അടുത്ത വീഡിയോയിൽ ഇയാള് പത്രസമ്മേളനം 3/4 മണിക്കൂർ നേരം പഴയ കോവിഡ് കഥകള് അല്ലെ, പഴയ കോവിഡ് കഥകള്, കാക്കക്ക് ചോറ് കൊടുത്തത്, കുരുവിക്ക് കഞ്ഞി കൊടുത്തത്, ഇതൊക്കെ ഒരു 3/4 മണിക്കൂർ പറഞ്ഞിട്ട് ചോദ്യങ്ങൾ ചോദിക്കൂ. അപ്പോഴാണ് കൈരളി ടിവിയിലെ എന്താ പറയാ ലേഖകൻ ചോദ്യം ചോദിക്കുക. അതൊക്കെ എഴുതി കൊടുത്ത മറുപടി ഉണ്ടാവും. അങ്ങനെയാണ്. അതായത് മൂപ്പര് നേരത്തെ തന്നെ മനസ്സിൽ കാണും ഇങ്ങനെ ഒരു ചോദ്യം വരുമല്ലോ, അതിനുള്ള മറുപടിയൊക്കെ അങ്ങനെ എഴുതി കൊണ്ടുവരും. അതൊരു 10 മിനിറ്റ് വായിക്കും. അപ്പോഴാണ് അടുത്ത ചോദ്യം വരട്ടെ. അപ്പോഴത്തേക്ക് അവിടെ SDPI ചോദ്യം ചോദിക്കുന്നുണ്ട് കേട്ടോ. അവിടെ SDPI നിങ്ങളുടെ ധാരണയെ കുറിച്ചോ നിങ്ങളുടെ ഇത്തരത്തിൽപ്പെട്ട ഒരു ബന്ധത്തെക്കുറിച്ച്, ബാന്ധവത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അപ്പോഴത്തേക്ക് ദേശാഭിമാനികൾ നീട്ടി തന്നിട്ട് മുണ്ടക്കൈ ചൂരൽമല എന്ന് പറയുമ്പോൾ പിണറായി വിജയൻ അതിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങും. അതും കഴിഞ്ഞാൽ മൂപ്പരാണ്ട് മൈക്ക് ഓഫ് ചെയ്യും. ഇന്ന് കഴിഞ്ഞു നീ പിന്നെ കാണാം. അപ്പോഴാണ് പത്രലേഖകൻ പറഞ്ഞത് CMA ശരിയല്ല. CMA അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് എന്തിനാണോ വിളിച്ചത് കാരണഭൂതമേ എന്നാണ് പത്രലേഖകർ ചോദിച്ചത് കൈവിരൽ ചൂണ്ടിക്കൊണ്ട്. അപ്പോൾ മുഖ്യമന്ത്രി ക്രൂദ്ധനായി നോക്കുന്ന പടം ഇന്നത്തെ പത്രങ്ങളിലൊക്കെ ഉണ്ട് കേട്ടോ. മുഖ്യമന്ത്രിക്ക് ഇഷ്ടപ്പെട്ടില്ല. തിരിച്ചു വന്നു. നമ്മളൊക്കെ വിചാരിച്ചു തിരിച്ചു വന്നിട്ട് എന്നാ ചോദിക്ക് ഞാൻ പറയാം. അതിനല്ല വന്നിരുന്നിട്ട് പറയാണല്ലോ. നിങ്ങളുടെ മനസ്സിൽ ചോദ്യങ്ങൾ ഉണ്ടായപ്പോൾ ചോദിക്കണം. അങ്ങനെ ചോദിച്ചു. ആരാ ചോദിച്ചത്? ദേശാഭിമാനിയുടെ കൈരളി ടിവിയുടെ ലേഖകർ ചോദിച്ചു. അതേ മുഖ്യമന്ത്രി കേൾക്കൊള്ളൂ. എന്നിട്ട് മൂപ്പരാണ്ട് എണീറ്റ് പോയി.